സജി നന്ദിയായിട്ട് രണ്ട് കാര്യങ്ങൾ താങ്കൾ ഈ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതുകൊണ്ട് ഞാൻ ഇടപെട്ട് പറയുകയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദിലീപ് അടക്കമുള്ള മറ്റ് വെറുതെ വിട്ട പ്രതികളുടെ കാര്യത്തിൽ എന്താണ് കോടതി കണ്ടെത്തിയത് എന്ന കാര്യം വിധിപ്പകർപ്പ് ഈ 12-ാം തീയതി ശിക്ഷ വിധിച്ച ശേഷം അതിനോടൊപ്പം വരുന്ന വിധിപ്പകർപ്പ് വിശദമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. വെറുതെ വിട്ടു എന്നൊരു പ്രയോഗം താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ താങ്കളെ ഒന്ന് തിരുത്തുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കള്ളക്കേസ് കെട്ടിച്ചമച്ചു, തെളിവുകളില്ല എന്ന് പറയുമ്പോൾ ഈ കേസിലെ FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി ദിലീപ് ഹൈക്കോടതിയിൽ പോയിരുന്നു. അത് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, അന്ന് ഹൈക്കോടതി എന്താണ് പറഞ്ഞതെന്ന്. പിന്നെ ഒരു കുറ്റപത്രം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു തെളിവുമില്ലാത്തൊരു കേസാണെങ്കിൽ ആ കുറ്റപത്രം ക്വാഷ് ചെയ്യാനും കോടതിയെ സമീപിക്കാവുന്നതാണ്. അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി പോയി, അത് ഹൈക്കോടതി സമ്മതിച്ചില്ല. കുറ്റപത്രത്തിന്റെ കാര്യത്തിൽ തീരുമാനവും എടുത്തിട്ടില്ല. പിന്നെ ഒരു തെളിവുമില്ലാതെ വെറുതെ വിട്ടു എന്ന് എന്ത് ആധികാരിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ സജി നന്ദിയാട്ട് താങ്കൾ പറഞ്ഞത്? യെസ്, ഈ ക്വസ്റ്റ്യൻ ഗോപികൃഷ്ണൻ ചോദിച്ചാൽ ഞാൻ ഒന്ന് കൈയടിക്കുക. ദിലീപ് തന്റെ കേസ് സ്കാഷ് ചെയ്യാൻ കോടതിയെ സമീപിച്ചു, കറക്റ്റ്. അപ്പോ കോടതിയിൽ പ്രതിഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുത്ത വാദം എന്താണ്? പറയൂ ഗോപികൃഷ്ണൻ, നിങ്ങളെ കണ്ണടച്ചിരുട്ടാക്കല്ലേ. അവർ പറയുന്നത് എന്താണ്? ഇയാളുടെ സ്കാഷ് ചെയ്യാൻ പാടില്ല, ഇയാളുടെ കേസ് റദ്ദ് ചെയ്യാൻ പാടില്ല, കാരണം ഇപ്പോഴും ഞങ്ങൾ തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെറുതെ വെടിപൊട്ടിക്കല്ലേ. നിയമം അറിയാവുന്നവർ ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ ശരിയാണോ തെറ്റാണോ എന്ന്. ഇതാ സ്കാഷ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഈ കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഏത് കോടതിക്കാണ് ഈ കേസ് സ്കാഷ് ചെയ്യാൻ പറ്റുന്നത്? ഇന്നലെ പല ചാനലിലും നിയമവിദഗ്ധരെന്ന് പറയുന്നവർ ദിലീപിനെ തൂക്കിക്കൊല്ലണമെന്ന് ആഗ്രഹിച്ച മാനസികാവസ്ഥ വർഷങ്ങളായി ദിലീപിനെതിരെ ചർച്ചയിൽ പങ്കെടുത്തവർ മാത്രം അണിനിരന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ച വിധി വന്നില്ലെങ്കിൽ കോടതി മഹാമോശം. 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചു, കോടതി അടിപൊളി. 6 മുതൽ 10 പ്രതികളെ വെറുതെ വിട്ടു, കോടതി എന്നാ മോശമാ. തെളിവില്ലാത്ത ഒരാളെ ശിക്ഷിക്കണോ? നിങ്ങൾ കൊടുത്ത തെളിവ് എന്താണെന്ന് ഭാഗ്യലക്ഷ്മിയോട് ഞാൻ ചോദിക്കുന്നത് വളരെ ബഹുമാനത്തോടെ. ഈ കോടതിയിൽ കൊടുത്ത തെളിവുകളെ കുറിച്ച് ഭാഗ്യലക്ഷ്മിക്ക് അറിയില്ല, എനിക്കറിയില്ല. എനിക്കൊരു കാര്യം അറിയാം, കോടതി വെറുതെ വിട്ടെങ്കിൽ കോടതി എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്ന് വ്യക്തമായി എനിക്കറിയാം. എന്താ കാരണം? തെളിവുകളില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ തികച്ചും നിരപരാധിയാണ്. ഇയാൾക്കെതിരെ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് അയാൾ തന്നെ പറയുക, നമ്മളല്ല പറഞ്ഞത്. ആ ഗൂഢാലോചന ഇന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും ഇന്ന ആൾക്കാരുണ്ടെന്നും അയാള് വരികൾക്കിടെ നമ്മൾ പറഞ്ഞു തരിക. അയാൾ നമ്മൾ ഇന്നുകൊണ്ട് ഇത് നേരം വിളിക്കില്ല. ഗോപികൃഷ്ണൻ, ഐ ബെറ്റ് യു CBI അന്വേഷണം ഇവിടെ വരും. CBI അന്വേഷണം വരുമ്പോൾ ഇതിന്റെ എല്ലാ കോൺസ്പിറസിയും നമ്മളിപ്പോൾ വെറുതെ നമ്മളിപ്പോ ഇതുകൊണ്ടൊന്നും ഇന്റർവെല് പോലും ആയിട്ടില്ല. ഇതിന്റെ CBI അന്വേഷണം വരും. ഇതിനെതിരെ ഈ കള്ളക്കേസ് ചമച്ചവർ എല്ലാം ഇതിന് ഉത്തരം പറയും. ഏതായാലും താങ്കൾ ഈ നടത്തിയ പരാമർശങ്ങൾക്ക് ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കണം. പക്ഷെ താങ്കൾ ഇതിനകത്തൊരു വെല്ലുവിളി നടത്തിയത് നിയമം അറിയുന്നവർ പറയട്ടെ എന്നാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ആയിരുന്ന അഡ്വക്കേറ്റ് T. അസഫ് അലി സാർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.